ഹേ ഗൈസ്, ഈ കാണുന്നത് ഒരു ഫേക്ക് ഐഫോൺ 13 Pro Max 1TB വേരിയന്റ് ആണ്. ഈ ഒരു വീഡിയോ എൻ്റെ ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു തന്നതാണ്. ഇതുപോലുള്ള ഫേക്ക് ഐഫോൺസ് മാർക്കറ്റിൽ കുറെ ഇറങ്ങുന്നുണ്ട്. സോ നിങ്ങൾ മേടിക്കുമ്പോൾ സൂക്ഷിക്കണം. ബോക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറിജിനൽ ആണെന്ന് തോന്നുള്ളൂ. ഇതിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഉള്ളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഫേക്ക് ആണെന്ന്. കാരണം ഐഫോൺസ് ഒന്നും ഇതേപോലെ ബബിൾ റാപ്പിലല്ല വരിക. ഇത് സൈഡിലേക്ക് വെച്ചിട്ട് ബോക്സിന്റെ ഉള്ളിലുള്ള കണ്ടൻസിനെ കാണിക്കുന്നുണ്ട്. ഇവിടെ ആദ്യം തന്നെ കാണുന്നത് ഐഫോണിന്റെ ചാർജിംഗ് കേബിൾ ആണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ആ ക്വാളിറ്റി കുറവ് മനസ്സിലാക്കാം. പിന്നെ അടിയിൽ കാണുന്ന ഈ ഒരു കേസിന്റെ ഉള്ളിൽ ആപ്പിൾ സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ല. അതിന് പകരം യൂസർ മാനുവലും പിന്നെ ഒരു സിം ഇജക്ടർ ടൂളും മാത്രം കാണാം. ഇത് സെക്കൻഡ് ഓർ തേർഡ് ക്വാളിറ്റി കോപ്പി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഫസ്റ്റ് ക്വാളിറ്റി കോപ്പീസ് വരെ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ഫേക്ക് ഐഫോൺസ് കിട്ടിയ അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഒറ്റ നോട്ടത്തിൽ സാധാരണ ആൾക്കാർ ഇത് കണ്ട ഒറിജിനൽ ഐഫോൺ ആണെന്നേ പറയൂ. പക്ഷേ ഐഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് കണ്ടാൽ തന്നെ ഫേക്ക് ആണെന്ന് മനസ്സിലാവും. അതിലൊന്ന് ഈ കാണുന്ന ക്യാമറ പാർട്ടാണ്. ഇത് തൊട്ടാൽ തന്നെ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയത് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ അഡ്ജസ്റ്റ് ഒക്കെ കാണാൻ മെറ്റൽ പോലെയാണെങ്കിലും ആക്ച്വലി ഇത് ഫൈബർ പാർട്സ് ആണ്. ഫോണിന് ഓൺ ആക്കിയതിനു ശേഷം ഫുള്ള് കോമഡിയാണ്. ആദ്യം തന്നെ ഈ സ്ക്രീൻ ഓൺ ആകുമ്പോൾ ഇതിന്റെ ബെസൽസും നോച്ചും കണ്ടാൽ തന്നെ ഫേക്ക് ആണെന്ന് മനസ്സിലാവും. പിന്നെ ഈ ഒരു പീൽ ഓഫ് സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലിരിക്കുന്ന സ്റ്റിക്കർ, അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേന്റെ ക്വാളിറ്റി തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി സ്ക്രീൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് സ്വൈപ്പ് അപ്പ് ചെയ്യാണ് ചെയ്യുക. അടിയിൽ ഈ ഒരു പാർട്ടിൽ സ്വൈപ്പ് അപ്പ് ടു ഓപ്പൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് വെൽക്കം ടു മാൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വെബ്സൈറ്റ്സ് ആണ്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഹോം സ്ക്രീൻ കാണാം. ഇവിടെ iOS-ന്റെ സ്കിൻ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്വൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ചെറിയൊരു ചോപ്പി ഫീലിംഗ് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ യൂട്ടിലിറ്റീസ് എടുത്ത് നോക്കുമ്പോൾ ഫുള്ള് കോമഡിയാണ്. ആപ്പിളിന്റെ ഐഫോണിന്റെ ഉള്ളിൽ പ്ലേ സ്റ്റോർ ഇരിക്കുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ സൈൻ ഇൻ UI ഒക്കെയാണ് വരുന്നത്. അത് വിചാരിച്ചിട്ട് അവർ ആപ്പ് സ്റ്റോർ വെക്കാൻ മറന്നിട്ടൊന്നുമില്ല. അതും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഫോൺ പിന്നെ റിട്ടേൺ ചെയ്യാനുള്ളതുകൊണ്ട് അവർ വൈഫൈ ഒന്നും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആപ്പ് സ്റ്റോറിന്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് എന്താണെന്നുള്ളത് അറിയില്ല. റീസെന്റ് ആപ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയാണ് കാണാൻ പറ്റുക. നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ലാഗ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാക്സിമം അവർ പറ്റണ പോലെ UI ഒക്കെ കോപ്പി അടിച്ചിട്ടുണ്ട്. എന്നാൽ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഡിഫക്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ഈ ഒരു ടെക്സ്റ്റിന്റെ ഫോർമാറ്റും ക്യാമറ മോഡ്സും തമ്മിലുള്ള സ്പേസിംഗ് ആണ്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ മോഡ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ 5 to 10 seconds വരെ ലാഗ് വരുന്നുണ്ട്. ഇനി ഞാൻ ഫോട്ടോ മോഡ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ക്യാമറ ക്വാളിറ്റി കാണിച്ചു തരാം. ഈ ഒരു ഫോണിന്റെ ബോക്സ് തന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കാം. ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 3 to 4 സെക്കൻഡ് ലാഗ് കഴിഞ്ഞിട്ടാണ് ഫോട്ടോ ക്യാപ്ചർ ആവണത്. ഇനി ഞാൻ ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി കാണിച്ചു തരാം. ഈ ഫോണിന് 3 ക്യാമറ ഒക്കെ പിന്നിലുണ്ട്. പക്ഷെ എത്ര ക്യാമറ പ്രോപ്പർ ആയിട്ട് ഉണ്ടെന്ന് ഇത് ഊരി നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ. ഫോട്ടോ ഒക്കെ ഒരു 10 കൊല്ലം മുന്നുള്ള ഫോൺസിന്റെ ക്വാളിറ്റി ഉള്ളൂ. ഈ ഒരു ഫോൺ എന്റെ ഫ്രണ്ട് 35,000 ആണ് മേടിച്ചത്. ഇത്രയും റേറ്റ് കുറവിന് ഫോണൊക്കെ കാണുമ്പോൾ ആരും പോയി ചാടിക്കറി മേടിക്കാണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ഇതേപോലെ ഫേക്ക് ഐഫോൺ കിട്ടും. നമ്മൾ മേടിക്കുന്നതിന് മുന്നേ തന്നെ ബോക്സ് നോക്കിയിട്ട് ഒറിജിനൽ ഐഫോൺ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു വഴിയുണ്ട്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുള്ളൊരു യൂട്യൂബ് ഷോർട്സ് എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ മറക്കാണ്ട് നിർത്തി കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്.